പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നീ നല്ല മത്സ്യമാണോ ചീത്ത മത്സ്യമാണോ? പ്രൈസ് ദി ലോർഡ്. എന്താണ് ചോദ്യം? നീ നല്ല മത്സ്യമാണോ ചീത്ത മത്സ്യമാണോ? അതായത് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത് നല്ല മത്സ്യത്തെക്കുറിച്ചും ചീത്ത മത്സ്യത്തെക്കുറിച്ചുമാണ്. ട്രോളിംഗ് നിരോധനമൊക്കെ മാറി നമുക്ക് നല്ല മീനൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല മത്സ്യമാണെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് കടലിലേക്ക് എറിയപ്പെട്ട ഒരു വല പോലെയാണ്. ഈ വലയിൽ ലഭിക്കുന്ന നല്ല മത്സ്യങ്ങൾ എവിടെ ഇടും? പാത്രത്തിലിടും, ചട്ടിയിലിടും. ചീത്ത മത്സ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും? അത് പുറത്തേക്ക് എറിഞ്ഞു കളയും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളാരും ഒന്നും പുറത്തേക്ക് എറിഞ്ഞു കളയാറില്ല. എന്തായാലും ഈശോ പറയുന്നു, നല്ല മത്സ്യം അകത്തിടും, ചീത്തത് പുറത്തിടും. എന്നിട്ട് ഈശോ പറയുകയാണ്, നീതിമാന്മാർ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കപ്പെടും. അതാണ് പാത്രത്തിലേക്ക് ഇടുന്നത്. തിന്മ പ്രവർത്തിക്കുന്നവർ, ദുഷ്ടരായിട്ടുള്ളവർ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടും. അവരുടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അച്ഛൻ ഇന്നലെ അമ്മ ത്രേസ്യയുടെ പുസ്തകം വായിക്കുകയായിരുന്നു. അമ്മ ത്രേസ്യ പറയുകയാണ്, നരകത്തിന് അർഹരാകത്തക്ക വിധം പാപം ചെയ്യാത്തവരായി നമ്മളിൽ ആരുമില്ല. അതായത് നമുക്ക് എല്ലാവർക്കും അർഹതയുണ്ട്, യോഗ്യതയുണ്ട്. എവിടെ പോകാൻ? അപ്പോൾ നമ്മൾ എല്ലാവരും അതിന് അർഹരാണ് എന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്. കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ കാരുണ്യവും ഉള്ളത് കൊണ്ടാണ് നമ്മെ ഈ ചീത്ത മത്സ്യം ആയിരിക്കുന്ന നമുക്ക് നല്ല മത്സ്യത്തിൻ്റെ സുഗന്ധമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നമ്മുടെ യോഗ്യതകൾ കൂടാതെ തന്നെ പരിഗണിക്കപ്പെട്ട ഈ സമയത്ത് കർത്താവിനോട് എത്രമാത്രം കൂറും നന്ദിയും ഉള്ളവരായിരിക്കണം, എന്നിട്ട് നന്മ പ്രവർത്തിക്കാൻ എത്രമാത്രം ഉത്സാഹിക്കണം എന്നാണ് അമ്മ ത്രേസ്യ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ ഈ തിന്മയുടെ സ്വഭാവം നന്മയുടെ രൂപം പ്രാപിക്കും. ഹല്ലേലൂയ. എന്താണ് നമ്മൾ ധ്യാനിച്ചത്? തിന്മയുടെ സ്വഭാവമുള്ള നമ്മൾ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ. കളിമണ്ണിന് കുഴഞ്ഞു കിടക്കുന്ന, അളിഞ്ഞു കിടക്കുന്ന, ഒരു രൂപവുമില്ലാത്ത അവസ്ഥയാണ്. ഈ കുഴഞ്ഞു കിടക്കുന്ന കളിമണ്ണ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടുമ്പോൾ, നമ്മൾ നമ്മളെ തന്നെ കർത്താവിന് കൊടുക്കുമ്പോൾ, അവിടെ നിന്ന് നമ്മെ തനിക്കിഷ്ടമുള്ള ഒരു പാത്രമായി രൂപപ്പെടുത്തും. ഹല്ലേലൂയ. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ചീത്ത മത്സ്യമായ നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ നല്ല മത്സ്യമായി രൂപപ്പെടുന്ന അതിസുന്ദരമായ, വിസ്മയിപ്പിക്കുന്ന ആ രൂപാന്തരീകരണ പ്രക്രിയയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധമായ ഈ ബലിയർപ്പിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. ഈശോയേ, ഈശോയേ, ഈശോയേ.